വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് ഈസി ആയിട്ടൊരു ചിക്കൻ കറി എങ്ങനെ വെക്കാൻ നോക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ 2 ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, മല്ലിയില, അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വേഗം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലേക്കൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അവിടെ എടുത്ത് വെച്ചിരുന്ന 2 സവാള ഉണ്ടല്ലോ, അതിലത്തെ ഒരു സവാള നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് ഇടണം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും സ്ലൈസ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ പട്ട, ഗ്രാമ്പു, തക്കോലം, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അവിടെ എടുത്ത് വെച്ചിറക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം, തക്കാളി ഒക്കെ കൂടി ഇട്ടിട്ട് നമ്മളൊരു പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ കറിക്ക് നല്ല തിക്കും ഉണ്ടാവും, പെട്ടെന്ന് ഇതൊക്കെ ഇറച്ചിയിൽ പിടിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ കുരുമുളകും കൂടിയും ചേർക്കണം കേട്ടോ. കുരുമുളക് ഞാൻ നേരത്തെ കാട്ടിയിട്ടുണ്ടായിരുന്നില്ല, കുരുമുളകും കൂടിയും ചേർക്കണേ. നമുക്ക് നന്നായി അരച്ച് വരാം കേട്ടോ. അതപ്പോൾ നന്നായി അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ കറിയിലേക്ക്, സവാള വാട്ടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ അരപ്പൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പച്ചമണം മാറുന്ന വരയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇതാണ് ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പൊടീൻ്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം കേട്ടോ. നമുക്കതിൽ ചിക്കനും കൂടി ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് ഈ നമ്മൾ ജാറ് കഴുകിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ചിക്കനിൽ നിന്ന് നമുക്ക് വെള്ളം വരും, അപ്പോൾ നമുക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കറിക്ക് നമുക്ക് നല്ല ലൂസായിട്ടുള്ള കറി വേണം വിചാരിച്ചാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് തിക്കായിട്ട് റോസ്റ്റ് പോലെ വേണ്ടി വിചാരിച്ചാൽ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഒരു തിക്ക് മതി വെച്ചാൽ നമുക്കിവിടെ വെച്ച് നിർത്താം കേട്ടോ. പിന്നെ ഈ ബേ ലീഫും കൂടിയും പൊട്ടിച്ചതിൽ ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ലൊരു മണം കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി അടച്ച് വെച്ച് അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ലാസ്റ്റ് ഇടണം. പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ.